Hi, good morning to all. Assalamu alaikum warahmatullah. സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു രണ്ടാഴ്ച അടുത്തായി ഒരു ക്ലാസ് ഒക്കെ ഇവിടെ തന്നിട്ട്. അപ്പൊ ഒരു പുതിയ ഡ്യൂട്ടിയിലൊക്കെ കയറിയത് കാരണം ഇങ്ങനെ സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പൊ വെള്ളിയാഴ്ചയാണ്, നമ്മളെ സാധാരണ സമയം വ്യാഴാഴ്ചയാണ്. അപ്പൊ ഇന്നലെ ഒരു യാത്രപ്പെട്ടത് കാരണം നമുക്കൊന്നും സാധിച്ചില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്. പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് നമുക്കൊരു ഈ ഒരു അപകർഷതാബോധം. അത് തന്നെ പലപ്പോഴും ബന്ധങ്ങളിൽ പല വിള്ളലുകളും വരുത്താൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മെ നാം അല്ലാതാക്കി മാറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഒരു അപകർഷതാബോധം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് അപകർഷതാബോധം? നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പരിധി വരെ. കഴിവുകേടുകളെ കുറിച്ചും നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം കഴിവുകേടുകളെ കുറിച്ചുള്ള അതിബോധം, അമിതമായിട്ടുള്ള ഒരു ആകുലപ്പെടല്, അമിതമായിട്ടുള്ള ഒരു ബോധം, ഇതിനെയാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിന്റെ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുക, അല്ലെ? മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് നോക്കും. ഞാൻ അത്രയൊന്നും ഇല്ല എന്ന് നമ്മൾ അങ്ങോട്ട് സ്വയം തീരുമാനിക്കും. അവർക്കിടയിൽ പോകാൻ മാത്രം, അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ മാത്രം, അവരൊരു പരിപാടി ചെയ്യുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് ആ പരിപാടി ചെയ്യാൻ മാത്രം ഉള്ള കഴിവുള്ള ആളല്ല ഞാന് എന്ന് മറ്റുള്ളവരിലേക്ക് അങ്ങോട്ട് നോക്കി നമ്മൾ അങ്ങ് സ്വയം തീരുമാനം. എന്നെ അതിനൊന്നും പറ്റില്ല എന്നുള്ള ആ ഒരു സെൽഫിനെ കുറിച്ചിട്ടുള്ള ഒരു താഴ്ത്തി കാണല്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് പാരന്റ്സ് ചിലപ്പോൾ അവരെ കണ്ടുപഠിക്കുക, അവള് കണ്ടില്ലേ എത്ര ഉയരത്തിലാണ്, നിന്നൊന്നും പറ്റില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മളോട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് നമ്മുടെ പാരന്റ്സ് തമ്മിൽ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ അതവിടെ കിടക്കും. എന്നിട്ട് നമ്മൾ തന്നെ നമ്മോട് പറയും, എന്നെ അതിനൊന്നും പറ്റില്ല കേട്ടോ എന്നുള്ളത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കപ്പിൾസിന്റെ ഇടയിലുണ്ട് ചിലപ്പോൾ കല്യാണം കഴിയോളം നല്ല ആക്റ്റീവായിട്ട് എല്ലാം പറയുന്ന, എല്ലാം പ്രവർത്തിക്കുന്ന, നല്ല എന്താ പറയാ, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാം ചെയ്തിരുന്ന ആളുകള് ചിലപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉൾവലിയുന്നത് കാണാം. ആളുകളെ മുന്നിൽ നിന്ന് സംസാരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ കിട്ടിയ ആള്, അതായത് ഭാര്യയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവ് ഭാര്യ എന്തെങ്കിലും പറയുമ്പോ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, നീ അങ്ങനെ പറയരുതായിരുന്നു, അല്ലെങ്കിലും ആളെടെ വെച്ച് സംസാരിക്കൽ എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല, പരിസരബോധമില്ല, അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോഴേക്കിനും അതിനങ്ങനെ പർവ്വതീകരിച്ചിട്ട് അങ്ങനെ ഇവർക്ക് ഒരു സൊസൈറ്റിയിൽ അതല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്ത് സംസാരിക്കാൻ അവിടെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റായി പോവോ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകളെ മുമ്പിൽ, ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവരൊന്നും സംസാരിക്കാത്ത ആളുകളായി മാറും. അതല്ലെങ്കിൽ പാരന്റ്സ് നമ്മള് അവര് കൂടി നിൽക്കുന്ന ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിലായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രോഗ്രാമിലായിക്കോട്ടെ, കൂടി നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നീ അതിനങ്ങ് മാത്രം ആയിട്ടില്ല, അഭിപ്രായം പറയാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഉൾവലിയുന്നൊരു സ്വഭാവത്തിലേക്ക് വരും. അപ്പൊ തന്നെ നമ്മൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവിടെ പൊട്ടിമുളക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കാത്ത, കുട്ടികളുടെ ആ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കാത്ത ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളോട് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള രീതി മനസ്സിലാക്കാത്ത ടീച്ചേഴ്സ് അവരുടെ ആ ഒരു സംസാര രീതി ഈ കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു അപകർഷതാബോധത്തിന് അടിമപ്പെട്ടവരായിട്ട് മാറാൻ ഉള്ള രീതിയിലായിരിക്കും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ്. ചില കളിയാക്കലുകൾ തമാശയിലായിരിക്കാം. ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെയാണല്ലോ, തമാശയിൽ കാര്യം പറയുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും, കളിയാക്കുന്ന രൂപത്തിൽ. അപ്പൊ ഈ കളിയാക്കലുകള് അത് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ മുന്നോട്ട് വരാൻ പ്രയാസമാണ്. പല ആളുകൾക്കും ഫ്രണ്ട്സുകളും പറയുന്നത് വേദവാക്യാണ്. പാരന്റ്സ് പറയുന്നതിനേക്കാളും സ്വന്തം വിലയിരുത്തതിനേക്കാളും ഫ്രണ്ട്സുകൾ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോംപ്ലക്സ്, അതായത് ഒരു അപകർഷതാബോധത്തിന് അവര് ക്രമേണ അടിപ്പെടുന്നതായിട്ട് കാണാം. അത് പിന്നെ നമുക്കുണ്ട് ചിലപ്പോ ചില ഫിസിക്കൽ ലിമിറ്റേഷൻസ്, ചിലപ്പോ തടിച്ച പ്രകൃതം ഉണ്ടാവും, അതല്ലെങ്കിൽ നീളം കുറവുള്ള ഇപ്പൊ ഹൈ ഹീല് ചെരുപ്പിടുന്നവര്, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് കുറച്ച് നീളം കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇടും. അതെന്തിനാണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോംപ്ലക്സ് ആണത്, നമ്മളുടെ അപകർഷതാബോധമാണ്. ഭർത്താവ് അത്രയും നീളം ഉണ്ടാവുമ്പോൾ ഞാൻ ഇത്തിരിയെങ്കിലും നീളം അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ, ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആളുകൾ എന്ത് കരുതും എന്നുള്ളത് ഭാര്യ വിചാരിക്കും. ഭർത്താവ് വിചാരിക്കും ഞാനിവളെ ഏതായാലും കല്യാണം കഴിച്ചു, എന്റെ നീളം ഒക്കുന്നില്ല, അപ്പൊ ഇനിയിപ്പോ ഇവള് ഈ ചെരുപ്പിട്ടേ മതിയാവോ, അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പറയും നിനക്ക് ചെറുന്ന പെണ്ണല്ല. ഇങ്ങനെയല്ല. അതുപോലെ തന്നെ നിറത്തിന്റെ കാര്യത്തില്, സൗന്ദര്യത്തിന്റെ കാര്യത്തില് ഇപ്പൊ ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു ഫിലിം, പിന്നെ വടക്ക് നോക്കി യന്ത്രം, അതില് ശ്രീനിവാസൻ ആക്ടറായ ആള് സൗന്ദര്യമുള്ള ആ ഒരു പാർവതിയുള്ള ആ ഒരു ബന്ധം, അതില് ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങള്, അത് ചിരിയിലൂടെയാണ് നമ്മളത് കണ്ടെങ്കിലും കൂടി അതിലൊരു കാര്യമുണ്ട്. അതായത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരുടെ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്, അവസാനം അത് എവിടെ എത്തി, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അത് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ആ ഫിലിമിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അപ്പോ ഇതൊക്കെ തന്നെ അതിന്റെ ഘടകങ്ങളാണ്. നമ്മുടെ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ അതിനോടുകൂടെ നമ്മൾ അങ്ങ് പരിമിതപ്പെടുത്തും. എനിക്ക് നാലാളെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുക, എന്റെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടില്ലേ, എന്റെ മൂക്കിന്റെ ഷേപ്പ് കണ്ടില്ലേ, അതല്ലെങ്കിൽ എന്റെ നീളം കണ്ടില്ലേ, എന്റെ മുടി കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മൾ തന്നെ നമ്മളെ അങ്ങ് പരിമിതപ്പെടുത്തും. അപ്പൊ നമുക്ക് എന്താണോ കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും മറ്റുള്ളവരിലേക്ക് നോക്കുക. നമ്മുടെ മൂക്കിന് ഒരു ഇത്തിരി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ മൂക്കുകളാണ് ശ്രദ്ധിക്കുക. അവരുടെ മൂക്ക് കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്നിട്ട് നമ്മളെ മൂക്കിനെ കുറിച്ച് ഓർക്കും. നമ്മുടെ കണ്ണ് ചെറുതാണെങ്കിൽ നല്ല മാൻമിഴി കണ്ണുകൾ, അതൊക്കെ കവിതകൾ എഴുതാൻ കൊള്ളാം. പിന്നെ കണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ കാഴ്ചയാണ്. മൂക്കിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ. അതുമാതിരി തന്നെ ചുണ്ടിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് വായ കൊണ്ട് എന്തൊക്കെ ഉപയോഗം അതുകൊണ്ട് നടത്താൻ പറ്റും, അതാണ് ചുണ്ടിന്റെ സൗന്ദര്യം എന്നുള്ളത്. അതിൽ ചുണ്ട് തടിച്ചിട്ടോ മെലിഞ്ഞിട്ടോ ഇതൊന്നുമല്ല. ഓക്കെ. അപ്പൊ അത് നമുക്കൊരു സൗന്ദര്യക്കുറവുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു അവയവം മറ്റുള്ളവരിലേക്ക് നമ്മൾ അത് നോക്കും. എന്തായിരുന്നാലും അവരുടെ പല്ല് എങ്ങനെയുണ്ട്, അവരുടെ ചുണ്ട് എങ്ങനെയുണ്ട്, എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കും. നമ്മളൊരു വിരലിൽ 6 വിരലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ 5 വിരലിൽ ശ്രദ്ധിക്കും, അവരുടെ വിരലിന്റെ മനോഹാരിത നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മളെ സ്വയം വിലയിരുത്തും, എനിക്ക് എന്താണ് ഇങ്ങനെ. ചിലപ്പോൾ അത് നമ്മളെ ഭാഗ്യമാണ് എന്നൊക്കെ പലരും പറയാമെങ്കിലും കൂടിയിട്ട് ആളുകളെ മുന്നിലേക്ക് പോകുമ്പോൾ ആളുകൾ നോക്കൂലേ, ശ്രദ്ധിക്കൂലേ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ നമ്മെ തന്നെ ചെറുതാക്കി കാണും. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ അംഗവൈകല്യങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മിക്കവാറും കണ്ടിട്ടുള്ളത് അത് വെച്ചിട്ട് സൊസൈറ്റിയുടെ ഇടയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോ നമ്മൾ ചില നിരുത്സാഹപ്പെടുത്തലുകൾ നമ്മുടെ ആ ഒരു അപകർഷതാബോധത്തിലേക്ക് നയിച്ചേക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കാം, പക്ഷെ അത് ചുറ്റുപാടുകളിൽ നിന്നുള്ള നിരുത്സാഹപ്പെടുത്തല്. മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കള്, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയാണെന്നുണ്ടെങ്കിലും മക്കള് അവരെ നിരുത്സാഹപ്പെടുത്തും. ഉപ്പ അതിന് പോകണ്ട, ഉമ്മ അതിന് പോകണ്ട, നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്ന് മക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും നിങ്ങൾ ഇത്ര ഏജ്ഡായി, അപ്പൊ പിന്നെ പ്രായമായവർക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുമാതിരി തന്നെ പാരന്റ്സിന്റെ ഹൈ എക്സ്പെക്ടേഷൻ, അതായത് മക്കളെ കുറിച്ച് അമിതമായിട്ടുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ ആ പ്രതീക്ഷയും സ്വപ്നങ്ങളും മുഴുവൻ മക്കളിൽ അവന്റെ അടിച്ചേൽപ്പിക്കും. അതങ്ങനെ വളരെ പിന്നെ ഒന്നുകിൽ അവരെ ഓവർ കെയറിങ് ആയിട്ട് ഓവറായിട്ട് അവിടെ കെയർ ചെയ്യും, അവരെ പാമ്പർ ചെയ്യും ഓവറായിട്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തന്റെ ഇടം അവർക്ക് വരില്ല. എപ്പോഴും ഒരു ഡിപ്പെൻഡിങ് മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. എന്തും ഏതും എല്ലാം ഒക്കെ അവര്
ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവില്ല. ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ കർക്കശ സ്വഭാവം, ഈ കർക്കശ സ്വഭാവം വരുന്നത് മിക്കവാറും പാരന്റ്സിന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളൊക്കെ അമിതമായിട്ട് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മക്കളെ വളർത്തുക. മക്കളുടെ സ്വപ്നങ്ങളോ മക്കളുടെ പ്രതീക്ഷകളോ ഇതൊന്നും അവർക്ക് വിഷയേ അല്ല. നാലാളെ മുമ്പിൽ തല ഉയർത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവനെ പഠിപ്പിച്ചുണ്ടാക്കുന്നത് അവനൊരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മകന്റെ താല്പര്യം ഡോക്ടർ ആയിരിക്കില്ല, ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കലാകാരനായിട്ടായിരിക്കാം, പാട്ടുകാരനായിട്ടായിരിക്കാം, മ്യൂസിഷ്യൻ ആയിട്ടായിരിക്കാം മകന്റെ താല്പര്യം. അപ്പൊ പാട്ടുപാടി പല ഇതിലും നമ്മൾ അനുഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പാട്ട് പാടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്, ജീവിതം നീ തൊലച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഡോക്ടർ ആവാന് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാവില്ല, അതിനൊരു കഴിവുണ്ടാവില്ല, അഭിരുചി ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പാരന്റ്സ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകളിലൂടെ പഠനത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഈവൻ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ പോലും പാരന്റ്സ് തെരഞ്ഞെടുത്തവർ കുറച്ച് പ്രായമാവുന്നത് വരെ പാരന്റ്സ് തെരഞ്ഞെടുക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധവും തിരിച്ചറിവും വന്നു കഴിഞ്ഞാൽ എന്ത് എന്താണ് എന്ത് ഡ്രസ്സ് എടുക്കണം, അവരേത് വിദ്യാഭ്യാസം ഏത് വഴിയിലൂടെ പോകണം എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കണം. ഓക്കെ, എന്നാലും പട്ടത്തിന്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ വേണം. പാറിക്കളിക്കാൻ അവരെ അനുവദിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ അവര് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലായിരിക്കും അവർ ചെന്ന് ചാടുക. അത് കാരണം അവർക്കുള്ള ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പല രീതിയിലും അവർ എഫക്ട് ചെയ്യും. അത് തുടർന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കർക്കശ സ്വഭാവം പോലെ തന്നെയാണ് ലാക്ക് ഓഫ് അഫെക്ഷൻ. നമ്മുടെ സ്നേഹപ്രകടനത്തിന്റെ കുറവ്. മനസ്സിൽ സ്നേഹം വെച്ചിട്ട് കാര്യമില്ല, അത് തുറന്നു കാണിക്കണം. തുറന്നു കാണിക്കുമ്പോഴാണ് അതിന് ബോധ്യപ്പെടുള്ളൂ. എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമുണ്ട്, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിലിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ സ്നേഹത്തിന്റെ കുറവ് അവരില് ഒരു അപകർഷതാബോധം ഉണ്ടാക്കും. എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, പിന്നെ എൻ്റെ കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു ഡിസപ്പോയിന്റ്മെന്റ്, എൻ്റെ ഒരു നിരാശ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും വേണ്ടാതായിരിക്കുന്നു എന്നുള്ള ഒരു നിരാശാ മനോഭാവം. അപ്പൊ അത് ചിലപ്പോ ചില ആശ്രിത മനോഭാവത്തിലേക്ക് എത്തും. പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ അവരെ ആശ്രയിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് അവരെത്തും. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെയാണ് ആ ഒരു അപകർഷതാ ബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് മറ്റുള്ളവരെ ആശ്രയിക്കുക. തനിക്ക് ലഭിക്കേണ്ട സ്ഥാനം, അതല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനവും കെയറിങ് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അത് ലഭിക്കുന്നവരെ ആശ്രയിക്കുക, അവരെ ഡിപ്പെൻഡ് ചെയ്യുക, അവരിൽ എല്ലാം ഷെയർ ചെയ്യുക, അവരെ അങ്ങോട്ട് പാരന്റ്സിനെ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെ വിശ്വസിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അതൊരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് അത് കാണിക്കുന്നത്. അർഹതപ്പെട്ട അംഗീകാരവും സ്നേഹവും ലഭിക്കാതെ വരുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിസ്സഹായനായി തീരണം. നിസ്സഹായനും മാത്രമല്ല, അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവണം. അപ്പൊ ഈ നിസ്സഹായ അവസ്ഥയും ഈ അരക്ഷിതാവസ്ഥയും ഈ സ്നേഹം കിട്ടുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നലുകള്, അതുപോലെ തന്നെ കർക്കശമായ സ്വഭാവത്തിലൂടെ വളരുന്ന കുട്ടികള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമ്മുടെ എന്താണ് നമ്മൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് അത് എത്തിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞ നേരത്തെ നിരുത്സാഹപ്പെടുത്തുക, അതിനേക്കാൾ ഒരു പടി കടന്നു പോയ സംഗതികളാണ് നെഗറ്റീവ് സ്ട്രോക്ക്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉദാഹരണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളൊരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്തിട്ടാണ് മക്കൾ ഒരു പൊടി എഴുന്നേൽക്കാൻ നേരം വഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ, 10 മിനിറ്റ് എഴുന്നേൽക്കാൻ നേരം വഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ട് ആ ദിവസം ആ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ട് ഉണരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരായിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം മുഴുവൻ ആ ഒരു വഴക്കിന്റെ പ്രതിഫലനം ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ ആ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവുക നെഗറ്റീവ് സ്ട്രോക്ക്. അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിലും നീ അങ്ങനെ തന്നെയാണ്, രാവിലെ അങ്ങനെ തന്നെയാണ്, ഒന്നും സമയത്തിന് ചെയ്യില്ല, എനിക്ക് പണിയുണ്ടാക്കി വെക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. കുറച്ചും കൂടി കണിശമായ, കുറച്ചും കൂടി കർക്കശമായ ഭാഷയിലായിരിക്കും ചില പാരന്റ്സ്
മക്കളെ വഴക്ക് പറയുന്നത്. ചിലവര് എഴുന്നേൽപ്പിക്കും. ചില ചെറിയ തെറ്റുകളും കാണുമ്പോഴത്തേനും വലിയ ശിക്ഷ കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. ഒരു ട്രോമയായിട്ടും നെഗറ്റീവ് സ്ട്രോക്കുകളായിട്ടും ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുമ്പോൾ ക്രമേണ ഈ കുട്ടിക്ക് ബോധ്യപ്പെടും, എന്നെ ശിക്ഷിക്കുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്തവനായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ ശിക്ഷയൊക്കെ എന്നെ ശിക്ഷിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. കണ്ട അയലക്കത്തെ ആ കുട്ടിനെ അതിന്റെ പേരൻസ് എത്രമാത്രം കരുതലോടെയും സ്നേഹത്തോടെയും കൂടിയാണ് പെരുമാറുന്നത്, എന്റെ പേരൻസ് എന്താ ഇങ്ങനെ. അപ്പൊ പേരൻസിനോട് ഒരു പക വരും, ഒരു വിദ്വേഷം വരും. അപ്പൊ അത് ഒരു ഇതിലേക്ക് നയിക്കും, ഒരു അപകർഷതാബോധത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടെത്തിക്കും. പിന്നെയുള്ളത് സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ, നിറത്തിന്റെ പേരില്, ഭാഷയുടെ പേരില്, സംസ്കാരത്തിന്റെ പേരില് ഒക്കെ ഉള്ള ഈ വേർതിരിവ്, കറുത്തവൻ വെളുത്തവൻ എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ അധികം അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ അലയൊലികൾ ഇന്നുമുണ്ട്. ഇപ്പൊ നിറത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കറുപ്പ് വെളുപ്പ് എന്നുള്ള മാറ്റി നിർത്തൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ന്യൂസിൽ വായിച്ചതാണ്. ഒരു അധ്യാപികയുടെ പക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള അതും ഒരു കലാകാരന്മാരുടെ മനസ്സിലൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കലാകാരിയായ ഒരു അധ്യാപികയുടെ ആ ഒരു നിറത്തിന്റെ പേരിലുള്ള ഒരു കോലാഹലങ്ങൾ ഒന്ന് കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ അതങ്ങനെയുണ്ട്. അങ്ങനെ ആവുമ്പോ പല കുട്ടികളെയും മാറ്റി നിർത്തപ്പെടുമ്പോ അവരിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പല പ്രശ്നങ്ങളിലേക്കും അവരെ കൊണ്ടെത്തിക്കും. അവരുടെ വളർച്ചയെ അത് മുരടിപ്പിച്ച് കളയും. നല്ല കഴിവുകളുള്ള കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരായി കഴിഞ്ഞാൽ അവരിലുള്ള കഴിവുകൾ സ്വന്തത്തിനോ സമൂഹത്തിനോ നല്ല രീതിയിൽ ഉപകാരപ്പെടാതെ പോവും എന്നുള്ളതാണ് വളരെ ശോചനീയമായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർന്ന് അതല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന് ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതൊരു മാസ്ക് ആയിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താണ്, അങ്ങനെയുള്ള ആളുകള് അവരുടെ തെറ്റുകളെ തിരുത്താൻ അതല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവരത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകള് യഥാർത്ഥത്തിൽ അവരെ ഒന്ന് നമ്മളെടുത്ത് എക്സാമിൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നിരീക്ഷണ വിധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അതിൽ നിന്നുണ്ടാകുന്ന അതല്ലെങ്കിൽ അതിനൊരു മുഖം മൂടിയായിട്ട് അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരെടുത്തണയുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മൂടിയാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്റെ മുകളിൽ ആരും വരാൻ പാടില്ല, എന്റെ ഭാര്യക്ക് അത്രമാത്രം ഒന്നും എന്നെക്കാൾ കൂടുതൽ കഴിവുണ്ടാവാൻ പാടില്ല, അവള് എന്റെ തലയിൽ കയറും, എന്നെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല, എന്നെക്കാൾ കൂടുതൽ ചിന്തയുള്ളവളാവരുത്, എന്തുകൊണ്ടും എന്റെ താഴെ നിൽക്കേണ്ടവളാണ്, ഞാൻ താലി കെട്ടിയ, ഞാൻ മഹർ കൊടുത്ത എന്റെ ഭാര്യ എന്റെ ചെലവിൽ നിൽക്കേണ്ടവളാണ്, അവൾ എന്നെക്കാൾ പൊന്താൻ പാടില്ല എന്നുള്ള ഭർത്താവിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന ഫേക്ക് ആയിട്ടുള്ള മുഖം മൂടി എടുത്ത് അണയുന്നത്. അത് ഈഗോ ആയിട്ടും അഹങ്കാരമായിട്ടും പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതുമാതിരി തന്നെ ഒരു സ്കൂൾ ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഒരു പ്രിൻസിപ്പാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അയാളുടെ കീഴിൽ നിൽക്കുന്ന ആളുകളിലായിരിക്കും അതൊരു പക്ഷേ പ്രയോഗിക്കുക. എന്റെ തലയിൽ കയറാൻ പാടില്ല എന്നുള്ള അനാവശ്യമായിട്ടുള്ള കർക്കശ സ്വഭാവത്തിലൂടെ അവരതിനെ ഒരു മുഖം മൂടി എടുത്ത് ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു ജീവിതത്തിൽ എന്നുള്ള തോന്നലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കുടുംബത്തിൽ എന്റെ ജോലിയിൽ ഞാൻ പരാജയപ്പെട്ടു പോവും, ഞാൻ കുറച്ച് താന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്ക് ഞാൻ താന്ന് നിർത്തി കഴിഞ്ഞാൽ അവരെ എന്നെ പരാജയപ്പെടുത്തും, ഞാൻ പരാജയപ്പെട്ടു പോവും, ജോലിയിലാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ഒരു തോന്നല്. അതുപോലെ തന്നെ ചിലപ്പോൾ സാമ്പത്തിക പരാധീനത വരെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടും. സാമ്പത്തിക പരാധീനത, അത്രയൊന്നും സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്തൊരു കുടുംബത്തിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിയ ആളുകളെ ഇടയിൽ ചെല്ലുമ്പോ ഒരു സ്വന്തത്തെ തന്നെ ഞാൻ അത്രയൊന്നുമില്ല അവരുടെ ഇടയിൽ ഇരിക്കാൻ മാത്രമുള്ള സമ്പത്തൊന്നും എനിക്കില്ല എന്നുള്ള, സമ്പത്തിലൊക്കെ എന്തിരിക്കണം,
മനുഷ്യന്റെ സംസ്കാരവും സ്വഭാവവും അല്ലേ, അതിലാണ് ഔന്നത്യം എന്ന് പറയുന്നത്. നമ്മുടെ അറിവ്, നമ്മുടെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സംഗതികളാണ്. നമുക്ക് അറിവില്ലെങ്കിൽ, അറിവുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോ ആ കാര്യത്തിൽ നമുക്കൊരു കോംപ്ലക്സ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക. നല്ല സംസ്കാരത്തിന് ഒരാൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കോ PhD വരെ ചെയ്ത ആളുകളായിരിക്കാം, പക്ഷെ സംസ്കാരം കൊണ്ട് വട്ടപൂജയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, ആ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മള് സംസ്കാരത്തിൽ ഔന്നത്യമുള്ളവരായിരിക്കുക, അറിവിന്റെ കാര്യത്തിലും ഔന്നത്യമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സദസ്സിൽ എങ്ങനെ പോയിരിക്കാനും നമുക്ക് ഒരു കോംപ്ലക്സും അവിടെ നമ്മളെ ബാധിക്കില്ല. അത് സമ്പന്നരുടെ സദസ്സായിക്കോട്ടെ, അതല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ സദസ്സായിക്കോട്ടെ, അതിലൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ സാമ്പത്തിക പരാധീനതയൊന്നും, അത് അച്ഛന്റെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ ഒരു വിഷയമായി വരരുത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ചിലർക്ക് എന്താണ്, ഞാൻ സമ്പത്തില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം തന്നെ അകറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ആരും ഒറ്റപ്പെടുത്തിയിട്ടല്ല, അവര് സ്വയം തന്നെ അവരുടെ പിന്നെ മറ്റുള്ളവരുടെ ഇടയിൽ കൂടെ ഇരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് സ്വയം എത്തിക്കുന്നതാണ്, തോന്നലുകളാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രോഗമല്ല. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് അതൊരു രോഗമല്ല. പക്ഷെ അതേസമയം നമ്മെ പല രോഗങ്ങളിലേക്കും അത് നയിച്ചേക്കാം എന്നുള്ളതാണ് വസ്തുത. പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും നമ്മെ അത് കൊണ്ടെത്തിച്ചേക്കാം, ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചിന്തകൾ. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനുള്ളിൽ അതിന്മേ തുടർന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പിന്നെ എന്താണ്, റിലേഷൻഷിപ്പില് അത് പ്രകടമാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു കപ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ദാമ്പത്യ ജീവിതത്തില് സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആ സിനിമ കഥ പോലെ സംശയമാണ്. കാരണം സൗന്ദര്യമുള്ള ഒരു ഭാര്യയാണെങ്കിൽ അവളെ കുറിച്ച് സംശയം ഉടലെടുക്കും. മറ്റാളുകൾ അവളെ നോക്കുന്നുണ്ടോ, അവളോട് സംസാരിക്കുന്നുണ്ടോ, അവള് കുറച്ച് കലാകാരിയൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ആരാധകരുണ്ടോ എന്നുള്ള സംശയം ഉടലെടുക്കും. സ്വാഭാവികമായിട്ടും ആ സംശയം പകയായിട്ട് മാറും. ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷെ അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിക്കണം. മനസ്സിൽ സംശയം കൂടി അത് പകയായിട്ട് മാറും, പ്രതികാരമായിട്ട് മാറും, അതല്ലെങ്കിൽ അസൂയായിട്ട് മാറും. ഇതൊക്കെ തന്നെ നെഗറ്റീവ് ഇമോഷൻസിലേക്ക് എത്തും. ആ നെഗറ്റീവ് ഇമോഷൻസ് പിന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മാനസികമായിട്ടുള്ള പല അസുഖങ്ങളിലേക്ക് മാറും. അത് ഡിപ്രഷനിലേക്ക് എത്തിക്കും, അതുപോലെ തന്നെ ആൻസൈറ്റിയിലേക്ക് എത്തിക്കും. അങ്ങനെ പല വിധത്തിലുള്ള മാനസികമായ അസ്വസ്ഥതകളിലേക്കായിരിക്കും അത് എത്തിക്കുക. അങ്ങനെ ഡിപ്രഷൻ ആയിട്ട് മാറും. പിന്നെ അതെന്താണ്, കൗൺസിലിങ്ങിനോ അതല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് തേടാനോ ഒക്കെ ആയിരിക്കും പിന്നെ അതുമായിട്ട് പോവുക. അപ്പം അതിന്റെ ഒരു പിന്നെ ഇമ്പാക്റ്റിൽ പെട്ടതാണ്. നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള മെന്റലി ഫിസിക്കലി നമ്മളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇത്. അതുപോലെ തന്നെ നമുക്കൊരു ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം അത് നമുക്ക് നഷ്ടപ്പെടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനും നമ്മളൊരു കഴിവില്ലാത്തവരാണെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വഴികളിലൊക്കെ തന്നെ ആ ഒരു കഴിവുകേട് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കും നമുക്ക് കാണുക. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സ് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആ തടസ്സങ്ങൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, നമ്മൾ അങ്ങോട്ട് പോകില്ല. അവസാനം നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. പിന്നെ അത് എന്താ പറയാ, നമ്മെ തന്നെ നാം ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. എന്താ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് കാര്യം എന്നുള്ള ചിന്തയിലായിരിക്കും. നമുക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഞാനൊന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമല്ല, ഒരു പ്രതീക്ഷകളും വെച്ചിട്ട് കാര്യമല്ല, ആ ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും എത്താൻ എനിക്ക് കഴിയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. ഉള്ള ലക്ഷ്യബോധം തന്നെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടും. സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് കൊണ്ടുതരേണ്ട ഒരു കാര്യമല്ല, നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വയം സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകളോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് വിലയിരുത്തലുകളോ ഒന്നും തന്നെ നമ്മുടെ സന്തോഷത്തെ ബാധിക്കാൻ പാടില്ല.
നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസിന്റെ ഒരു സ്വഭാവം നഷ്ടപ്പെടും, നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് ആൻസർ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മള് പറയും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. സ്വർഗം കിട്ടണം എന്തിനാ? നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും, ഹിയർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം തന്നെയാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും സന്തോഷമില്ല എന്നുള്ള ആ ഒരു നിരാശാബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? അവിടെ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടക്കും. എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, എന്റെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനുള്ള കഴിവ് എനിക്കില്ല, എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ പൊലിഞ്ഞു പോയി, പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിട്ട് കാര്യം എന്നുള്ള ആ ചിന്തയിലേക്ക് ഇങ്ങനെ നമ്മൾ എത്തി അവിടെ ഡിപ്രഷൻ വന്ന് പിന്നെന്താണ് ഉണ്ടാവുക? നമ്മൾ സൂയിസൈഡിന്റെ ഒരു അടുത്തേക്കായിരിക്കും പിന്നെ. ഓക്കെ, അതാണ് നമുക്ക് ലക്ഷ്യബോധങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഇതിന്റെ ഒരു ഇമ്പാക്റ്റിൽ പെട്ടതാണ്. പിന്നെ അതുമാതിരി തന്നെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം. നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ എന്നുള്ള, നമ്മൾ ഈ നെറ്റിൽ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വേദനകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യും, എന്താണ് ഇവിടെ വേദന, എന്താണ് അതിന്റെ മറ്റേ വലിയ വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്കത് പറയാനുള്ളത്. കാരണം നമ്മുടെ മനസ്സിന് പിന്നെ സമാധാനം നഷ്ടപ്പെടില്ല. എല്ലാം നമ്മൾ അതുമായിട്ട് കൂട്ടി വായിച്ചു നോക്കും. എനിക്ക് ഒരു സിംറ്റംസ്, എന്തെങ്കിലും വലിയ അസുഖങ്ങളുടെ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ സിംറ്റംസ് നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഇങ്ങനെ ചിന്തിക്കും, അത് എനിക്കുണ്ടല്ലോ, അവിടെ വേദന എനിക്കുണ്ടല്ലോ, ഇവിടെ വേദന എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മെ ഇങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെയല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സിംറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും നമുക്ക് ഉള്ള ഒരു അപകർഷതാബോധം ആണെന്ന് നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ എന്നിരുന്നാലും നമ്മെ ഒന്ന് പഠന വിധേയമാക്കണം. അപ്പൊ അതിനുള്ള ചില സിംറ്റംസ് മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോക്കസിങ് ഓൺ ദ അതർ മിസ്റ്റേക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ മിസ്റ്റേക്സിലായിരിക്കും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്കില്ലാത്ത കഴിവുകൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത, ഒരു അസൂയ മനോഭാവം. നമ്മൾ പറയും മുന്തിരി പുളിക്കും എന്നൊക്കെ പറയും അല്ലെ? കുറുക്കന്റെ കഥ പറയുമ്പോ പറയും മുന്തിരി പുളിക്കും എന്നല്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയും. അപ്പൊ ഇല്ലാത്ത കഴിവുകൾ മറ്റുള്ളവരിൽ കാണുമ്പോ ആ കാണുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ അതിനെ തളർത്തി കളയുന്ന, അവരുടെ വളർച്ചയെ മുരടിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ഉദ്ദേശപൂർവം എന്തെങ്കിലും ചെറുത് കണ്ടു കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ചിട്ട് തന്റെ മിസ്റ്റേക്കുകളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മിസ്റ്റേക്കിലേക്ക് ഫോക്കസ് ചെയ്യാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കഴിവുകേടുകളെ മറച്ചു വെക്കാനാണ്. തനിക്കില്ലാത്ത കഴിവ് മറ്റുള്ളവരിൽ ഉണ്ടാവുമ്പോൾ അതിന് ഒരു മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥതയെ മറച്ചു വെക്കാനും അതുപോലെ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിന്റെ പേരിൽ അവരെ വിമർശിച്ചു കൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. തന്നെക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ നിൽക്കുന്നു, അതല്ലെങ്കിൽ തന്നെക്കാൾ നല്ലൊരു വീട് മറ്റുള്ളവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിന്റെ എന്തെങ്കിലും ഡോറിൽ അവിടെ ഒരു വിള്ളലുണ്ട്, ഇവിടെ അവർ വിരിച്ച ടൈൽസ് മഹാപോക്കാണ്, അതല്ലെങ്കിൽ അവരുടെ ബാത്റൂം ഇത്രയും, അതല്ലെങ്കിൽ പറയും ഇത്രയും പൈസ ചെലവാക്കിയിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവം, അതല്ലെങ്കിലും ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലെങ്കിലും ചിലവരിലുള്ള ഒരു സ്വഭാവമാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മിസ്റ്റേക്കിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്വന്തം നേട്ടങ്ങളെ കുറിച്ചായിരിക്കും അധികവും സംസാരിക്കുക. നമ്മുടെ നേട്ടങ്ങള് ഒരു ജ്ഞാനിസം, ഞാൻ അങ്ങനെ ഉള്ള ആളാണ്, ഞാൻ അങ്ങനെ നേടി, ഇങ്ങനത്തെ ഒരു കഴിവ് എനിക്ക് നേടി, അങ്ങനെ പറഞ്ഞിട്ട് സ്വന്തത്തെ SP അടിക്കാൻ പറയാം, സ്വന്തത്തെ കുഴിച്ചിട്ട് ഇങ്ങനെ പറയും. നമ്മൾ പറയും സ്വന്തത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും ചില കാര്യങ്ങള്. പിന്നെ നമ്മളിലുള്ള ഒരു പോസിറ്റീവ് സംഗതികള് പക്ഷെ ചില പോസിറ്റീവ് സംഗതികൾ പറഞ്ഞാലാണ് ചിലവർക്ക് ചിലരെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഞാൻ എപ്പോഴും ഒരാളെ പരിചയപ്പെടുമ്പോ അവരുടെ ആ ഒരു പോസിറ്റീവ് എന്താണെന്നുള്ളത് നോക്കും. അപ്പോഴാണ് അവരുടെ പേരും ഊരും പേരൊക്കെ നിങ്ങൾക്ക്
ഓർമ്മയിൽ നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാവാം. അതിനപ്പുറത്തേക്ക് എപ്പോഴും നമ്മെ ഇങ്ങനെ എന്താ മറ്റുള്ളവരെ മുമ്പില് നമ്മളുടെ നേട്ടങ്ങളെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ മറച്ചു വെക്കാൻ അവരാരോ ആണ്, ആരൊക്കെയോ ആണ് എന്നുള്ളത്, ഞാൻ ആരാ മോനെ എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ഒരു ത്വരയാണ് അതിന്റെ പിന്നുള്ളത്. അതുമാതിരി തന്നെ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് സീക്ക് ചെയ്യാം, അന്വേഷിക്കാം. ഇപ്പൊ എന്തെങ്കിലും ഒരു രചനകൾ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവർ അതിനെ കുറിച്ച് പുകഴ്ത്തുന്നുണ്ടോ എന്നുള്ള, ലൈക്ക് ചെയ്യുന്നുണ്ടോ, ആരൊക്കെയാണ് അത് വായിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അതില് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ പേരിൽ നിരാശപ്പെടുന്ന ഒരു സ്വഭാവം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മെ കുറിച്ച്, നമ്മുടെ കഴിവുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടതും അതിന് മാർക്ക് ഇടേണ്ടതും നാം തന്നെയാണ്. മറ്റുള്ളവരുടെ അംഗീകാരമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ തന്നെ അംഗീകാരമാണ്. നാം തന്നെ നമ്മെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ എന്താണ് മറ്റുള്ളവരുടെ ഒരു ഇവാലുവേഷൻ, മറ്റുള്ളവര് നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കംപ്ലൈന്റുകൾ പറയാം. കംപ്ലൈന്റ് ബോക്സ് എന്ന് നമ്മൾ പറയും അല്ലെ. എന്തിനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ കംപ്ലൈന്റ് പറയുന്ന ഒരു സ്വഭാവം. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. ആ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാത്തത് തന്നെ എന്താണ്, അവരിൽ നിന്ന്, ആളുകളിൽ നിന്ന് ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം. അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണല്ലോ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ധാരാളമായിട്ട് കംപ്ലൈന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം. അതുമാതിരി തന്നെ പിന്നെ സ്വന്തത്തെ ഒരു അറ്റൻഷൻ, സെന്റർ ഓഫ് അറ്റൻഷൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് കിട്ടണം. എവിടെ പോയാലും, ഏത് ആഘോഷങ്ങളിൽ പോയാലും, കല്യാണങ്ങൾക്ക് പോയാലും ഒക്കെ എന്താണ്, എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കാവണം. അത് ചിലപ്പോ വില കൂടിയ ഡ്രസ്സുകൾ ഇട്ട് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായിരിക്കാം, സംസാരത്തിന്റെ കാര്യത്തിലായിരിക്കാം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ബോധം അതുണ്ടാവുക. അതുമാതിരി തന്നെ പിന്നെ മിസ്റ്റേക്കുകളെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം പ്രയാസപ്പെടുക. അങ്ങനെ മിസ്റ്റേക്സുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് ഒരു തരം ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുക. ചിലപ്പോൾ വിമർശിക്കുന്നത് ശരിയാണ് എന്നൊക്കെ അംഗീകരിച്ചാലും പിന്നീട് അവര് ചിലപ്പോൾ മനസ്സിലുണ്ടാവും, ഇപ്പൊ ഇന്ന് എന്റെ മിസ്റ്റേക്ക് അയാളെ ചൂണ്ടിക്കാണിച്ചു തന്നു, ഇനി ഒരു അവസരം കിട്ടുമ്പോൾ അയാളിലും പറ്റിയുള്ള തെറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുക, അയാളുടെ മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലും അംഗീകരിക്കും. അപ്പൊ അതിന് മറുപടി ഒന്നും പറയില്ല, ഇറ്റ്സ് ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാലും കൂടി, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞാലും കൂടി പിന്നീട് ഇപ്പൊ തിരുത്തിയ ആളുകളെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടാവാൻ പാടില്ല. നമ്മെ വിമർശിക്കുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആരോഗ്യകരമായ വിമർശനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണം. കാരണം അത് നമ്മളുടെ വളർച്ചയുടെ മുഖ്യമായ ഒരു ഘടകമാണ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. വിമർശിക്കാതെ ആർക്കും വളർച്ച സാധിക്കില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ഇടുന്നവർ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നവരല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അതിൽ നിന്നും വിട്ടിട്ട് ഒരു തരം ശത്രുതാ മനോഭാവം, അതല്ലെങ്കിൽ ഒരു തരം ഈഗോയാണ് നമ്മുടെ തെറ്റുകൾ തീർത്തുമ്പോ നമുക്കുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എവിടെയോ എന്തോ ഒരു കോംപ്ലക്സ് അവിടെ കിടക്കുന്നുണ്ട്, കുടുങ്ങി കിടക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലതിനല്ല, നമ്മുടെ വളർച്ചയെ അത് മുരടിപ്പിച്ച് കളയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെയാണ്, ഇപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞത് അതിന്റെ ലക്ഷണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളും ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മറ്റുള്ളവർ നമ്മേക്കാൾ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നലിൽ ഒരു ശരികേടൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയില്ല. ഒരു സംഗതി തന്നെ ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, എന്നെക്കാൾ ക്ലാസ് എടുക്കുന്ന എന്നെക്കാൾ എത്രയോ ആളുകളുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് നല്ല പോയിന്റുകളും നല്ല രീതിയിൽ ആളുകളെ അട്രാക്റ്റീവായിട്ട് പിടിച്ചു നിർത്താനുള്ള ശൈലിയിൽ ക്ലാസ് എടുക്കുന്ന നല്ല സംസാര ചാതുര്യമുള്ള ആളുകളെ എത്രയോ ഉണ്ട് പല ഭാഷകളിലായിട്ട്. നമുക്ക് തന്നെ കേട്ടിരുന്നു പോകുന്ന രീതിയിലുള്ള ക്ലാസ്. അത് വെച്ചിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലാസ് എടുക്കാതിരിക്കലുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മേക്കാൾ ചെയ്യുന്ന
നമ്മേക്കാൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുക. അതിലൊരു ശരികേടുമില്ല. പക്ഷേ എനിക്കൊരു കഴിവില്ല, അവരെ പോലും ക്ലാസ് എടുക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് ചിന്തിക്കുന്നതിലാണ് പ്രശ്നം. അതേപോലുള്ള കഴിവുകളൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതെ നാം നമ്മെ കുറിച്ച് തന്നെ കമ്പയർ ചെയ്യാം. ഇന്നലത്തെ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്നത്തെ ഞാൻ എങ്ങനെയാണ്, നാളത്തെ ഞാൻ എങ്ങനെ ആവണം എന്നായിരിക്കണം നമ്മൾ ചിന്ത. അപ്പൊ ഇന്നലത്തെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അവിടെ തിരുത്തുവാനുണ്ടോ, ഇന്നത്തെ ഞാനിലേക്ക് എത്തിയ ദൂരം എന്തൊക്കെ പിന്നിട്ടാണ്, ഏതൊക്കെ പ്രതിസന്ധികൾ പിന്നിട്ടാണ്, എന്തൊക്കെ പഠിച്ചെടുത്താണ് ഞാൻ ഇന്നത്തെ എന്നിലേക്ക് എത്തിയത് എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കുക. നാളെ എനിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രവർത്തക, അതല്ലെങ്കിൽ എൻ്റെ മേഖലയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് തിളങ്ങണം, അതിനി ഞാൻ എന്തൊക്കെ സ്വായത്തമാക്കണം, എന്തൊക്കെ നേടിയെടുക്കണം എന്ന് തുടങ്ങി നാം നമ്മെ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെയാണ്, എന്നിലുള്ള കഴിവുകളെയാണ് കൂട്ടിയും കിഴിച്ചും അതിനെയാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതുമാതിരി തന്നെ അവിടെ എന്താണ്, നാം നമ്മുടെ സ്ട്രെങ്ത്തുകളെ ഒന്ന് അളക്കണം. നമുക്കുള്ള ഗുണങ്ങള് കാണുന്നിടത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആ ചുമരുമ്പോഴേ അങ്ങോട്ട് എഴുതി വെച്ചോളൂ, എന്നിലുള്ള ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ ഒരു ദിവസം ഒരു ഗുണമായിരിക്കും എഴുതാൻ പറ്റുക, രണ്ടാം ദിവസം രണ്ടാമത്തെ ഗുണം എഴുതാൻ കിട്ടും. അങ്ങനെ ഒരു 10 ദിവസം കൊണ്ട് 10 ഗുണങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 10 ഗുണങ്ങളും നമ്മൾ വായിക്കണം. ഓരോ ദിവസവും വായിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വളർച്ച പ്രാപിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്, ഇന്ന കഴിവുകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇന്ന ഗുണങ്ങളൊക്കെ എനിക്കുണ്ടല്ലോ, അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ തന്നെ എനിക്ക് എവിടേക്കോ എത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എവിടെയാണ് എനിക്ക് ചുവട് പിഴച്ചു പോകുന്നത്, ഈ കോംപ്ലക്സ് തോന്നുന്ന സംഗതികൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ആ കണ്ടുപിടിക്കുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും ഇത് വെറും ചിന്തകളാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്, ഇതിലൊരു യാഥാർത്ഥ്യവുമില്ല, ഉണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് എന്ത്, തെളിവെന്ത്, ഞാൻ ഒന്നിനും പറ്റാത്ത ആളാണ്, ഞാൻ ഇന്ന അർത്ഥത്തിൽ ഒന്നിനും കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതിനെന്താ തെളിവ്, സ്വന്തത്തോട് ചോദിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന യാഥാർത്ഥ്യമല്ല. ഇനി സ്വന്തത്തോട് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾ അതിന് ഉപയോഗപ്പെടുത്തുക. എനിക്ക് ഇന്ന തോന്നലുകളൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന പറ്റില്ല, പിന്നെ ഞാൻ ഒരു കഴിവില്ലാത്ത ഇന്ന കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ചെയ്താലൊക്കെ ശരിയാവുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് എനിക്ക് അങ്ങനെയുള്ള ഒരു തോന്നൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിന്റെ സഹായം നമുക്ക് കിട്ടും. അതുമായി തന്നെ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സഹായം നമ്മൾ അന്വേഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് നമ്മൾ ആകുലപ്പെടാതിരിക്കുക, ആകുലപ്പെടുന്ന ആ ഒരു പ്രവണത നിർത്തുക. മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ആളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. മറ്റാളുടെ അഭിപ്രായം എടുത്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മുടെ അഭിപ്രായം തന്നെയാണ്. അഭിപ്രായങ്ങൾ അന്വേഷിക്കാം. നമ്മുടെ അഭിപ്രായത്തോട് യോജിച്ചു വരുന്ന ആളുകളുടെ അഭിപ്രായം കുറച്ചും കൂടി സംഗതികൾ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, ഗുണകാംക്ഷികളായ ആളുകളെ രീതി, നമുക്ക് എന്തായിരുന്നാലും നമ്മളെ ചീറ്റ് ചെയ്യൂല, നമ്മളുടെ ഒരു വെൽവിഷർ ആണ് എന്ന് ഉറപ്പുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ എടുക്കാം. പക്ഷെ അത് നാം അല്ലാതാക്കുന്ന, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ, ആർക്കും എന്തോ തോന്നിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നല്ല വഴിയിലൂടെ നമ്മുടെ കഴിവുകൾക്ക് അനുസരിച്ച് നമ്മൾ ലക്ഷ്യബോധമുള്ളവരായിട്ട് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ തോന്നലുകളിൽ യാതൊരു പ്രസക്തിയില്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. അതുമാതിരി തന്നെ നമുക്ക് നമ്മോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക. സെൽഫ് ലവ്, സെൽഫ് ആക്സെപ്റ്റൻസ്. നമ്മോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ടൂൾസ് ഒക്കെ നമ്മൾ EFT കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വന്തത്തെ സ്നേഹിക്കുക? സ്വന്തത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ആത്മാവ്, ആ സൃഷ്ടികർത്താവിന്റെ ആത്മാവിൽ നിന്ന് ഒരു അംശം എടുത്താണ് നമുക്ക് ആത്മാവിനെ തന്നിട്ടുള്ള ആത്മാവിനെ നമ്മൾ സ്നേഹിക്കുക. ആ സ്നേഹം അങ്ങോട്ട്
അതാണ് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ. അപ്പൊ സെൽഫ് ലവ് ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഉള്ളതാണ് സെൽഫ് അക്സെപ്റ്റൻസ്. അതായത് നാം എങ്ങനെയാണോ അപ്രകാരം തന്നെ നമ്മുടെ കഴിവുകളും നമ്മുടെ കുറവുകളും അതോടൊപ്പം തന്നെ നാം നമ്മെ അംഗീകരിക്കുക. ഞാൻ എങ്ങനെയാണോ ആ എന്നെയാണ് എനിക്കിഷ്ടം, ആ എന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാവുക. അതുമാതിരി തന്നെ നമ്മുടെ ചിന്തകളെ ചലഞ്ച് ചെയ്യാം. നമ്മെ നാം അല്ലാതാക്കുന്ന, നമ്മിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ചില ചിന്തകളുണ്ട്. അതിനോടൊരു ഒരു വെല്ലുവിളി പ്രഖ്യാപിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ തച്ചുടച്ച് കളയും, അതെന്റെ വെറും തോന്നലാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടെ നാം നമ്മോട് തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഗീവ് യുവർ സെൽഫ് എ ചാൻസ്. നിങ്ങൾക്കൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഗതിക്ക് നമ്മൾക്ക് മുന്നിൽ വരുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ ചില ചാൻസുകൾ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ടി വരും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാം, ഇത്രയും കഴിവുണ്ടായിരുന്നോ, എന്നിട്ടാണ് ഉള്ളിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. കഴിവ് പുറത്തേക്ക് വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അതിനൊരു ചാൻസ് കൊടുക്കാത്ത രീതിയിൽ ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി അവിടെ വെക്കും, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കൊരു ചാൻസ് കൊടുക്കാം. ആ ഒരു ചാൻസിലൂടെ നമുക്ക് മറ്റു പല ചാൻസുകളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ചാൻസുകൾ നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അത് നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് വലിയ വലിയ ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ ചിലപ്പോൾ ആ ഒരു ചാൻസ് കൊണ്ട് അതൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയേക്കാം. അതുകൊണ്ട് ഒരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം ഞാൻ മികച്ചവനാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറയരുത്, ഞാൻ മികച്ചവനാണ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ എങ്ങനെ ഒന്നിനും കൊള്ളാത്തവനാവുക, അല്ലെ? അപ്പൊ മറ്റു സൃഷ്ടിജാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ മികച്ചവനാണ്, എനിക്ക് എന്റേതായിട്ടുള്ള കഴിവുകളുണ്ട് എന്നുള്ള പോസിറ്റീവായിട്ട് ആവർത്തിച്ച് നാം നമ്മുടെ ഉപബോധ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ നടത്തുക. മെഡിറ്റേഷൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ മെഡിറ്റേഷൻസ് ഒക്കെ എന്താണ്, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കഴിവുകളിലേക്ക്, ഉള്ളിലുള്ള കഴിവുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കുകയാണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നാം പറയുന്നതും നമ്മൾ ആവശ്യപ്പെടുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വേർഡിന്റെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം ഉണ്ടാവും, അല്ലെ? എന്നതുപോലെ തന്നെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഉള്ളിലോട്ട് നോക്കുക, നമ്മളിലുള്ള കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇതുവരെ ഞാൻ എന്നെ കുറിച്ച് കരുതിയിരുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ല എന്നാണ് ഞാൻ എന്നെ കുറിച്ച് വിലയിരുത്തിയിരുന്നത്. അതിന് ഞാൻ എന്നോട് തന്നെ സോറി പറയണം. കാരണം പടച്ച തമ്പുരാനിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ആത്മാവിനാണ് നമ്മളൊരു കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പടച്ചവനെ പുറത്തു തരിക എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം നമ്മുടെ ആത്മാവിനോടൊന്ന് ഫോർഗീവ് ചെയ്യുക, ക്ഷമ പറയുക, ഐ എം സോറി പറയുക. മറിച്ച് പറയാ, എനിക്ക് ഒരുപാട് കഴിവുകളോട് കൂടിയാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്നെ ഈ ഭൂമുഖത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റേതായിട്ടുള്ള കഴിവുകളിൽ മികച്ചു നിൽക്കുന്നതാണ്. എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് അങ്ങനെ കഴിവുകൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട്, അതിന് താങ്ക് യു പറഞ്ഞിട്ട്, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ നടത്തി നോക്കിയേ, തീർച്ചയായിട്ടും അതിന്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ വളർച്ച തന്നെ അത്ഭുതകരമായ രീതിയിൽ നാം മുന്നോട്ട് പോകുന്നതായിട്ട്, നമ്മുടെ വളർച്ചയിൽ പുരോഗതി കൈവരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും. അതിന് നമ്മുടെ പ്രായം തടസ്സമല്ല, നമ്മുടെ സമയമില്ലായക. നമുക്ക് എപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് സമയമല്ല, നമുക്ക് ആ ജോലി ചെയ്യാനുണ്ട്, ഈ ജോലി ചെയ്യാനുണ്ട്. പക്ഷെ നമ്മെ സ്വന്തത്തെ വളർത്തിയെടുക്കേണ്ട കാര്യത്തിൽ
സ്വന്തത്തിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് തൂത്തുവാരി എറിയേണ്ട കാര്യത്തിൽ നമ്മൾ സമയം ഉണ്ടാക്കിയേ പറ്റൂ. അതിന് നമ്മുടെ മറ്റു ഉള്ള ഒരു വ്യവഹാരങ്ങളും അതിന് തടസ്സാവരുത്. നമ്മുടെ പ്രായം തടസ്സാവരുത്. ഇപ്പൊ ഇത്രയൊക്കെ ഏജായി, ഇനിയിപ്പോ മെഡിറ്റേഷൻ, ഇനിയിപ്പോ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാം, 10-60 വയസ്സായിട്ട് ഇപ്പൊ അതിന് റിട്ടയർമെന്റ് കഴിഞ്ഞ് നിങ്ങളൊന്നും ഉണ്ടാതിരുന്നോളി എന്നൊക്കെ പറയുന്നവരുണ്ടാവും, പറഞ്ഞോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പ്രായം ഒരു നമ്പറാണ്. പ്രായത്തിൽ ഒന്നിനും തടസ്സമില്ല. ആ പ്രായത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രായത്തിന്റെ അവശതകളെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അർത്ഥശൂന്യമായ എല്ലാ വിമർശനങ്ങളെയും നമ്മൾ അങ്ങ് അവഗണിക്കുക. എന്നിട്ട് നമ്മുടെ ജൈത്രയാത്ര, മുന്നോട്ടുള്ള യാത്ര നാം തുടരുക. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ, മുത്തുകളെയും പവിഴങ്ങളെയും കണ്ടെത്തി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരിക. കാരണം സൃഷ്ടാവ് നമ്മിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് അത്. ഓക്കെ, അത് നമ്മൾ മറന്നു പോവുക, അതല്ലെങ്കിൽ അതിന്റെ നേരെ മുഖം തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അക്രമമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ ക്ലാസ്സിൽ വളരെ ശ്രദ്ധാപൂർവം പങ്കെടുക്കുകയും ഈ രാവിലെ സമയത്ത് ഇതിൽ വളരെ ഉത്സാഹത്തോടുകൂടെ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ പേരിലും മൈൻഡ്ഫുൾനെസിന്റെ പേരിലും മൈൻഡ്ഫുൾ ഹീലിംഗ് സ്പേസിന്റെ പേരിലും ഞാൻ നന്ദി പറയണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, ചിന്തിക്കാനൊക്കെ ഉള്ള നല്ല ക്ലാസ്. എന്നെ പോലെയുള്ളവർക്കൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റിയ ക്ലാസ് ആയിരുന്നു. ഞാൻ ഇതേപോലെ ഒക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, നിൽക്കാണ് ഇല്ല. അപ്പൊ ക്ലാസ് കേട്ടപ്പോ ഒരു വിഷമം പോലെ തോന്നി. താങ്ക് യു. ഒക്കെ നമ്മളെ ജീവിതത്തില് അറിയും, കാണും, അനുഭവിക്കും ഒക്കെ ചെയ്യുന്ന സ്വന്തമായിട്ട് കാര്യങ്ങളാണ് നമ്മളൊന്നും ചെയ്യൂല. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യും, സ്വന്തമായിട്ടൊന്നും ചെയ്യൂല. സ്വന്തം കാര്യങ്ങൾ പോലും ക്ലാസ് കേട്ട് ഭയങ്കര കുറെയൊക്കെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ഇത് പിന്നെ ദൈനംദിന ജീവിതത്തില് ഒന്നും കണ്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച്, നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു കോംപ്ലക്സ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. EFT അതിന് നല്ലൊരു ടൂളാണ്. നമ്മൾ അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നവംബറിൽ തുടങ്ങുന്നുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ചേരാം. നമ്മളൊക്കെ അങ്ങനെ വളർന്നു വന്ന ആളുകളാണ്. ഈ സൂമിൽ ഇപ്പൊ ഈ ഒരു പ്രതലത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നാം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തിയതിന്റെ ഫലമാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സാധിക്കുന്ന സംഗതിയാണ്, പക്ഷെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, എനിക്കും നല്ല മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ ക്ലാസ് കേട്ടപ്പോ. നല്ല ഒരു ഇത് കിട്ടി, ഒരു ധൈര്യം കിട്ടി. ഒന്ന് മാറിക്കളയാം എന്ന് ചിന്തിച്ചു അല്ലെ? ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിച്ചു. ഓക്കെ, എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവരും മുന്നോട്ട് വരണം. എന്റെ മോന് പറഞ്ഞതായി ക്ലാസ് ഉമ്മ കേൾക്കണം, നല്ല ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് EFT ക്ലാസ് നവംബറിൽ തുടങ്ങും. ഡേറ്റ് അറിയിക്കാം. നമ്മള് നവംബറിൽ പുതിയ രീതിയിലും ഭാവത്തിലൊക്കെ വരും. ഞാൻ ഫസ്റ്റ് ആണ് ഇതില് ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഫസ്റ്റ് ആണ് ഈ ക്ലാസ് പങ്കെടുക്കുന്നത്. വളരെ മോട്ടിവേഷൻ ആയിരുന്നു. വളരെ വളരെ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ. മൈൻഡ്ഫുൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ അതിലുണ്ട് കേട്ടോ. നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. പല സബ്ജക്റ്റുകളിലുള്ള ക്ലാസ്സുകളുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത് പറയൂ. പിന്നെ പറഞ്ഞോളൂ, ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാർക്കെങ്കിലും റെക്കോർഡായി പോവും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ഓഫ് ചെയ്യാം.